ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം T20 സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയെ കളിപ്പിച്ചതിനെ പറ്റി അഭിനന്ദിച്ച് മുൻ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് രംഗത്ത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തയിലേക്ക് പോകാൻ നമ്മുടെ ക്രിക്കറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ നല്ല കാര്യമാണ് ഇന്ത്യ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതീക്ഷിതമായിരുന്നു ഇന്ത്യയുടെ നീക്കം. സഞ്ജുവിനെ കഴിഞ്ഞ ജിതേഷിനെ കളിപ്പിച്ചത്. കഴിഞ്ഞ ഏഷ്യ കപ്പിലും ഇവരും തന്നെയായിരുന്നു കീപ്പർമാർ. ജിതേഷിന് ഒരവസരം പോലും ടീം ഇന്ത്യ നൽകിയിരുന്നില്ല. നിരന്തരമായ റൊട്ടേഷൻ സഞ്ജുവിൻ്റെ കളിയെയും ബാധിക്കുന്നുണ്ട്. ഒരു കളിയിൽ മൂന്നാമത് ഇറങ്ങുകയും ഒരു കളിയിൽ ഓപ്പണർ, പിന്നത്തെ കളിയിൽ അഞ്ചാമത്. ഇങ്ങനെ സ്ഥാനം റൊട്ടേഷൻ ചെയ്യുന്നതാണ് സഞ്ജുവിൻ്റെ പ്രകടനത്തിനെ അത് ബാധിക്കുന്നുണ്ടെന്ന് ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. ബാറ്റിങ്ങിൻ്റെ ഈ അനാവശ്യ പരീക്ഷണം കാരണം റൺസ് എടുക്കാനും സഞ്ജു വിഷമിക്കുന്നുണ്ട്. രണ്ടാം T20 സഞ്ജു മൂന്നാമതായിട്ടാണ് ഇറങ്ങിയത്. ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണം കാരണം സഞ്ജുവിന് 4 ബോളിൽ 2 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. മത്സരം ആദ്യ T20 മഴ കാരണം സഞ്ജുവിന് ബാറ്റ് ചെയ്യാനും സാധിച്ചില്ല. ഒന്നാം ഏകദിനത്തിലാവട്ടെ സഞ്ജുവിന് ബെഞ്ചിലിരുത്തി. മറ്റ് രണ്ടാമത്തെ ക്രിക്കറ്റ് വാർത്ത എന്ന് വെച്ചാൽ 2026 IPL പറ്റിയാണ്. ഇപ്പോൾ ശക്തമാകുന്ന വാർത്തയാണ് ട്രേഡിങ്ങിലൂടെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസൺ ഡൽഹിയിലെത്തും എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പറക്കുന്നുണ്ട്. 99% സത്യമാകാനാണ് സാധ്യത. ഇതിൽ ഏറെക്കുറെ ധാരണയായി എന്ന് വാർത്തയുണ്ട്. എന്നാൽ ഡൽഹിയിൽ ക്യാപ്റ്റനായിട്ട് സഞ്ജു കളിക്കില്ല എന്നും വെറും ഒരു പ്ലെയറായിട്ട് മാത്രമാണ് സഞ്ജു കളിക്കൂ എന്നും പറയുന്നുണ്ട്. സഞ്ജു സാംസൺ, ക്രിസ്റ്റ്യൻ സ്റ്റംസ് എന്നിവരെ പരസ്പരം കൈമാറാനാണ് 2 ടീമുകളും ആലോചിക്കുന്നത്. 2025 IPL രാജസ്ഥാനെ വലിച്ചത് ഒരു ഫിനിഷറിന്റെ അഭാവമായിരുന്നു. ഹെഡ്മയർ ഉണ്ടെങ്കിലും 5-6 സ്ഥാനങ്ങളിൽ ഹെഡ്മയറുടെ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും ഒരു ഫിനിഷ് എന്ന ലെവലിലേക്ക് വളരാൻ ആയിട്ടില്ല. ക്രിസ്റ്റ്യൻ സ്റ്റംസ് വന്നാൽ ഇതിനൊരു പരിഹാരമാവുന്ന രാജസ്ഥാൻ മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു. ഡൽഹിനെ പരിഗണിക്കുമ്പോൾ ഫാഫ് ഡിപ്ലസിസിന് പകരമായിരിക്കും സഞ്ജു ഓപ്പണിങ്ങിലെത്തുക. അപ്പോൾ സഞ്ജു രാഹുൽ ഓപ്പണിംഗ് സഖ്യം